ഭഗവാൻ ശിവന്റെ അനുഗ്രഹങ്ങൾ തേടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കായി വിശ്വാസികൾ നടത്തുന്ന തീർത്ഥയാത്രയാണ് അമർനാഥ് തീർത്ഥാടനം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ജമ്മു കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥ്. കഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും എല്ലുകളെപ്പോലും മരവിപ്പിക്കുന്ന തണുപ്പുമൊക്കെ പിന്നിട്ട് പ്രകൃതി സൗന്ദര്യം മുറ്റിനിൽക്കുന്ന പാതകളിലൂടെ പോകണമെങ്കിൽ ഒരുക്കങ്ങൾ കുറച്ചൊന്നുമല്ല വേണ്ടത്. ശിവൻ തന്റെ അമരത്വത്തിന്റെ രഹസ്യം പാർവതിക്ക് വെളിപ്പെടുത്തിയ ഇടമെന്ന് വിശ്വസിക്കപ്പെടുന്ന അമർനാഥിൽ വർഷത്തിൽ പ്രത്യേക സമയത്ത് മാത്രമാണ് ശിവലിംഗം പ്രത്യക്ഷമാകുന്നത്. മഞ്ഞിൽ രൂപം കൊള്ളുന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന അമർനാഥിനെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും അവിടേക്കുള്ള യാത്രയെപ്പറ്റിയുമാണ് ഈ വീഡിയോ. ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ ആരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് അമർനാഥ്. അമരത്വത്തെ സൂചിപ്പിക്കുന്ന അമർ എന്ന വാക്കും ഈശ്വരനെ സൂചിപ്പിക്കുന്ന നാഥ് എന്ന വാക്കും ചേർന്നാണ് അമർനാഥ് എന്ന പേര് രൂപം കൊണ്ടത്. ശ്രീനഗറിൽ നിന്നും 145 കിലോമീറ്റർ അകലെ കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഞ്ഞിൽ രൂപം കൊണ്ടിട്ടുള്ള സ്വയംഭൂവായ ശിവലിംഗം ഭക്തരുടെ ഉള്ളിൽ ആഴത്തിലുള്ള ഭക്തിയും അത്ഭുതവും നിറയ്ക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 3888 അടി ഉയരത്തിൽ 150 അടി ഉയരവും 90 അടി വീതിയുമുള്ള ഒരു പ്രകൃതി നിർമ്മിത ക്ഷേത്രമാണ് അമർനാഥിലേത്. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷാരംഭത്തോടെ രൂപം കൊള്ളുന്ന ഹിമലിംഗം പൗർണമി നാളിൽ പൂർണ്ണരൂപത്തിൽ വിളങ്ങും. ദേവന്മാരുടെ ആഗ്രഹപ്രകാരം ശ്രാവണമാസത്തിലെ പൗർണമി മുതൽ കൃഷ്ണപക്ഷത്തിലെ അമാവാസി വരെ മഹാദേവൻ ഈ ഗുഹയിൽ ലിംഗരൂപത്തിൽ പ്രത്യക്ഷനായി അനുഗ്രഹിക്കുന്നുവെന്നാണ് വിശ്വാസം. അമർനാഥ് ഗുഹയിലെ മഞ്ഞ് വെളുത്ത പക്ഷത്തിലെ ആദ്യ ദിവസങ്ങളിൽ ശിവലിംഗത്തിന്റെ രൂപം സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന പൗർണമി ദിവസത്തിൽ ശിവലിംഗത്തിന്റെ വളർച്ച പൂർണ്ണമാവുകയും കൃഷ്ണപക്ഷം തുടങ്ങുമ്പോൾ മഞ്ഞുരുകി കറുത്തവാവിന്റെ അന്ന് ശിവലിംഗം പൂർണ്ണമായും അപ്രത്യക്ഷമാകുകയും ചെയ്യുമത്രേ. അമർനാഥ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. ഒരിക്കൽ പാർവതീദേവി മഹാദേവനോട് അദ്ദേഹത്തിന്റെ അമരത്വത്തിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. തന്റെ അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുന്നവർക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വരുന്നതിനാൽ ഭഗവാൻ ദേവിയെയും കൂട്ടി ഹിമാലയത്തിന്റെ ഒഴിഞ്ഞ ഒരു കോണിലേക്ക് യാത്ര തിരിക്കുന്നു. പോകുന്ന വഴി ഭഗവാന്റെ വാഹനമായ നന്ദിയെ പാകൽഗാമിലും പാമ്പിനെ ശേഷ്നാഗിലും പഞ്ചഭൂതങ്ങളെ പഞ്ചതർണിയിലും ഉപേക്ഷിച്ച ശേഷം പാർവതിയെയും കൂട്ടി അമർനാഥ് ഗുഹയിലെത്തി. ഗുഹയിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ശിവൻ പാർവതീദേവിയോട് ആ മഹാരഹസ്യം വെളിപ്പെടുത്തുന്നു. യാദൃശികമായി 2 പ്രാവിന്റെ മുട്ടകൾ ആ ഗുഹയിലുണ്ടായിരുന്നു. മുട്ടകൾ വിരിയുകയും അമരത്വത്തിന്റെ രഹസ്യം കേൾക്കുകയും ചെയ്തതിനാൽ പ്രാവുകൾക്ക് വീണ്ടും ജന്മമെടുക്കേണ്ടി വന്നു എന്നാണ് ഐതിഹ്യം. അമർനാഥിലേക്ക് പോകും വഴി ഇപ്പോഴും ആ പ്രാവുകളെ കാണാമെന്ന് പറയുന്നു. ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ ഒരു ആട്ടിടയൻ യാദൃശികമായി അമർനാഥ് ഗുഹയിൽ അകപ്പെടുന്നു. അവിടെ കണ്ടുമുട്ടിയ മുനി ആട്ടിടയന് ഒരു സഞ്ചി നിറയെ കൽക്കരി നൽകുന്നു. വീട്ടിലെത്തി സഞ്ചി തുറന്നു നോക്കിയപ്പോൾ കൽക്കരി മുഴുവൻ സ്വർണമായി മാറിയിരിക്കുന്നു. മുനിയോട് നന്ദി പറയാനായി തിരിച്ചെത്തിയ ആട്ടിടയൻ മുനിശ്രേഷ്ഠന് പകരം മഞ്ഞിൽ രൂപം കൊണ്ട ശിവലിംഗമാണ് കണ്ടത്. ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് ഈ ആട്ടിടയൻ എന്നാണ് വിശ്വാസം. പിന്നീട് എല്ലാ വർഷവും സ്വയംഭൂവായ ഭഗവാനെ ആരാധിക്കാൻ ഭക്തർ എത്തി തുടങ്ങി. ശ്രാവണമാസത്തിൽ മാത്രം രൂപം കൊള്ളുന്ന ഹിമലിംഗത്തിന്റെ ഇടതുഭാഗത്തുള്ള മഞ്ഞുരൂപത്തെ ഗണപതിയായും വലതുഭാഗത്തുള്ള മഞ്ഞുരൂപത്തെ പാർവതീദേവിയായും കരുതിപ്പോരുന്നു. ഗുഹാമുഖം തെക്കോട്ടായതിനാൽ സൂര്യരശ്മി ക്ഷേത്രത്തിലെ ഹിമലിംഗത്തിൽ സ്പർശിക്കില്ല. അമർനാഥ് ഗുഹാക്ഷേത്രത്തിലെ ചെറിയ ഗുഹയിൽ നിന്നെടുക്കുന്ന വിഭൂതി ഭക്തന്മാർക്ക് നൽകാനുള്ള അവകാശം ബദ്ഗുദ് എന്ന ഗ്രാമത്തിലെ മുസ്ലിം മതസ്ഥർക്കാണ്. ഇവർക്ക് തന്നെയാണ് വഴിപാടുകളുടെ 1/3 ഭാഗത്തിന്റെ അവകാശവും. അമർനാഥിലേക്കുള്ള പാത തെളിച്ച് അമർനാഥിലേക്കുള്ള തീർത്ഥാടനം സുഗമമാക്കിയതിനാലാണ് ബദ്കൂദിലെ മുസ്ലിം മതവിശ്വാസികൾക്ക് ഈ അവകാശങ്ങൾ നൽകപ്പെട്ടത്. ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ടതാണ് അമർനാഥ് ഗുഹാക്ഷേത്രം. 150 അടി ഉയരവും 90 അടി വീതിയും ഈ ഗുഹയ്ക്കുണ്ട്. ഗുഹയ്ക്കുള്ളിലെ 2 ദ്വാരങ്ങളിൽ നിന്നും ഗുഹയ്ക്കുള്ളിലേക്ക് വെള്ളം തുള്ളിത്തുള്ളിയായി വീണുകൊണ്ടിരിക്കുന്നു. ഇത് പെട്ടെന്ന് തന്നെ ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള മഞ്ഞായി മാറുമെന്ന് തന്നെയാണ് വിശ്വാസം. പറഞ്ഞു വരുമ്പോൾ വളരെ ലളിതമായിട്ടാണ് അമർനാഥ് തീർത്ഥയാത്ര നമ്മൾക്ക് തോന്നുന്നതെങ്കിലും അത് അത്തരത്തിലുള്ള ഒരു സംഗതിയല്ല. യാത്ര മാത്രമല്ല, മറിച്ച് യാത്രയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രക്രിയകളും അതിസങ്കീർണമാണ് ഇന്ത്യയിൽ. അമർനാഥ് ക്ഷേത്രം ബോർഡാണ് വർഷത്തിലൊരിക്കൽ മാത്രം നടത്തുന്ന അമർനാഥ് തീർത്ഥയാത്രയ്ക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. ഏകദേശം 52 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളോടെയും കർശനമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെയുമാണ് ഓരോ യാത്രയും ആരംഭിക്കുന്നത്. അതിനായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് സർക്കാർ പ്രത്യേക പരിശീലനം തന്നെ നൽകുന്നുണ്ട്. ജമ്മു കാശ്മീർ പോലീസിന്റെ ഭാഗമായ മൌണ്ടെയിൻ റെസ്ക്യൂ ടീമും ഈ പറയുന്ന യാത്രയോട് സഹകരിക്കുന്നു. സർക്കാരിൽ നിന്നും മുൻകൂട്ടി പ്രത്യേക അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ അനുമതിയുള്ളൂ. വർഷത്തിൽ 30 മുതൽ 40 ദിവസം വരെയാണ് ഇവിടെ തീർത്ഥാടനത്തിനെത്തുവാൻ സാധിക്കുക. ഇന്ത്യൻ സൈന്യത്തിന്റെ കർശനമായ സുരക്ഷയിലാണ് തീർത്ഥാടകർ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര നടത്തുക.
പ്രധാനമായും 2 വഴികളിലൂടെയാണ് ക്ഷേത്രത്തിലെത്താൻ സാധിക്കുക. ശ്രീനഗറിൽ നിന്നും 90 കിലോമീറ്റർ അകലെയുള്ള വാൽത്താൻ താഴ്വര വരെ ബസ്സിലോ ടാക്സികളിലോ എത്തിയ ശേഷം കാൽനടയായി അമർനാഥിലെത്താം. 14 കിലോമീറ്റർ ദൂരമാണ് ഇതിനായി നടക്കേണ്ടി വരിക. പക്ഷേ കൂടുതൽ സാഹസികത നിറഞ്ഞ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് പഹൽഗാം വഴിയുള്ള യാത്ര തിരഞ്ഞെടുക്കാം. ജമ്മുവിലെ ഭഗവതി നഗറാണ് ഈ യാത്രയുടെ ബേസ് ക്യാമ്പ്. ഈ യാത്രയിൽ 16 കിലോമീറ്റർ കൊടും വനത്തിലൂടെ വേണം നടക്കാൻ. പഞ്ചതരണയിൽ രാത്രി ക്യാമ്പ് ചെയ്ത ശേഷം 6 കിലോമീറ്റർ അകലെയുള്ള അമർനാഥിലേക്ക് പോകാം. ചുണ്ണാമ്പുകല്ലുകൾ കൊണ്ട് പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെട്ട അമർനാഥ് ക്ഷേത്രം അമരത്വത്തിന്റെ പ്രതീകമായി അങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3880 അടി ഉയരത്തിൽ നിൽക്കുന്ന അമർനാഥ് ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഹെലികോപ്റ്റർ സർവീസും നടത്തുന്നുണ്ട്. അതും നടക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ്.